റിലീസാകുമോ ഇല്ലയോ എന്ന് ആരാധകർക്കും സംവിധായകനും യാതൊരു ഉറപ്പുമില്ലാത്ത ചിത്രമാണ് ബിലാൽ എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. വെറുമൊരു പോസ്റ്റർ മാത്രം പുറത്തുവിട്ട് 8 വർഷമായി പ്രേക്ഷകരെ കാത്തിരിപ്പിക്കുകയാണ് സംവിധായകൻ അമൽ നീരദ്. ചിത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അമൽ നീരദ് ഒഴിഞ്ഞുമാറലാണ് പതിവ്. 2017 നവംബർ 17 അമൽ നീരദ് ബിലാലിന്റെ പോസ്റ്റർ പങ്കുവച്ചത്. കമ്മിങ് സൂൺ, ബ്ലഡി സൂൺ എന്നീ ക്യാപ്ഷനോടെ പങ്കുവച്ച പോസ്റ്റും ഇന്നും വൈറലാണ്. പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് അനൗൺസ്മെന്റിന്റെ വാർഷികം ആഘോഷിക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് എന്നാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. എന്നാൽ ബൈലാലിനെ പോലെ അനൗൺസ്മെന്റിന് ശേഷം യാതൊരു വിവരമില്ലാതെ പോയ മറ്റൊരു സിനിമയെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. പൃഥ്വിരാജിനെ നായകനാക്കി ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത അയ്യപ്പൻ എന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞ ദിവസം സിനിമാ പേജുകളിൽ ചർച്ചയായിരുന്നു. നവംബർ 17 അനൗൺസ്മെന്റ് ചെയ്ത പടങ്ങൾ ഏതെങ്കിലും റിലീസ് ആയിട്ടുണ്ടോ എന്നാണ് പ്രധാന ചോദ്യം. ബിലാലിനെ ട്രോളുന്നതിനിടയിൽ നൈസായി അയ്യപ്പൻ മുങ്ങുകയാണെന്നും എന്നാൽ ചിലർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. 2018 അയ്യപ്പൻ അനൗൺസ്മെന്റ് ചെയ്തത്. മലയാള സിനിമയിലെ ഔദ്യോഗിക പട്ടികൽ ദിവസമായ നവംബർ 17 പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. ബിലാലും അയ്യപ്പനും ഇനി ഒരിക്കലും നടക്കില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കണമെന്നും ചില പോസ്റ്റുകളിൽ കുറിക്കുന്നുണ്ട്. ഇത്രയും കാലത്തിന് ശേഷം ഇനി രണ്ട് സിനിമകളും വന്നാൽ സ്വീകാര്യത ലഭിക്കുന്നില്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു.